मेरे प्यारे बच्चों साइलम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं बच्चों अब ठीक है ना എല്ലാ മക്കളും നല്ല അടിപൊളിയായിരിക്കുന്നു യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് മാഷി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോളൂ യെസ് ടോമി ഓർ മേം ല്ലേ ടോമി ഓർ മേം എന്നുള്ള ഒരു കഹാനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ മക്കൾ നോക്കിക്കേ ല്ലേ ടോമി ഓർ മേം പൃഥ്വിറായിയുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രകഥയാണ് മേം നീതുഹും ല്ലേ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മേം നീതുഹും ല്ലേ അപ്പോൾ നീതുവാണ് ഈ ചിത്രത്തിൽ കാണുന്നത് എൻ്റെ മക്കൾ കണ്ടോ നിങ്ങളെപ്പോലുള്ള ആ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട് ല്ലേ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട് ഞാൻ ആരാണ് ഞാൻ നീതുവാകുന്നു ല്ലേ ഞാൻ നീതുവാകുന്നു ല്ലേ നീതുവാകുന്നു ഐ ആം നീതു ല്ലേ ഐ ആം നീതു നമുക്ക് എന്ത് ചെയ്യാം പറയാം ല്ലേ വളരെ എളുപ്പല്ലേ യെസ് അപ്പൊ ഇതിൽ ഹെഡിങ്ങിൽ എന്ത് കൊടുത്തിട്ടുണ്ട് ടോമി ഓർ മേം അപ്പൊ മേം ആരാണ് എന്ന് നമുക്ക് മനസ്സിലായി മേം ആരാണ് മേം നീതുവും ഞാൻ ആരാണ് നീതുവാണ് എന്ന് മനസ്സിലായി ഇനി ടോമി ആരാണ് നമുക്ക് മനസ്സിലാവണം യെസ് അതാണ് നമ്മുടെ നമുക്ക് ആരാണ് ആ ടോമി എന്നുള്ളത് നോക്കാം നോക്കൂ ഇതാരാണ് ടോമി സാർ ഇത് ആരാണെന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം യെസ് വഹ് സർദിയോം കി രാത്രി ല്ലേ വഹ് സർദിയോം കി രാത്രി എന്താണ് സർദിയോം കി രാത്രി എന്ന് പറഞ്ഞാൽ വഹ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് സർദിയോം കി രാത്രി എന്ന് പറഞ്ഞാൽ സർദി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ രാത്രി തണുപ്പ് ല്ലേ തണുപ്പുള്ള സർദിയോം എന്ന് പറഞ്ഞാൽ തണുപ്പാണ് അപ്പൊ ഇവിടെ എന്താണ് തണുപ്പുള്ളൊരു രാത്രിയായിരുന്നു ഒരു തണുപ്പ് കാലമായിരുന്നു ഏത് ആ ദിവസം ആ കുഞ്ഞ് കിടന്നുറങ്ങുന്ന ആ ദിവസം ല്ലേ ഇനി എന്താണ് ഇതിൽ പറയുന്നത് ഇനി ആ ദിവസം ആ ചിത്രം ഇങ്ങനെ നോക്കാം ആരാണ് നമ്മുടെ ആ ടോമി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കാം ആദ്യം ഒരു ചിത്രം കാണിച്ചു തന്നപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി എന്താണ് ആ ചിത്രത്തിലൂടെ കാണുന്നത് ആ കുട്ടി ഒരു ശബ്ദം കേട്ടിട്ട് ആ ജനവാതിലിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുമ്പോ എന്തോ ഒന്ന് കാണുന്നുണ്ട് ല്ലേ കണ്ടോ എന്റെ മക്കൾ കണ്ടോ പിന്നെ അതിന്റെ അടുത്തേക്ക് വന്നിട്ട് ടോർച്ചൊക്കെ അടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മുടെ നീതു ല്ലേ റെഡി അല്ലേ ഇനി നമുക്ക് നോക്കാം എന്താണ് ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത്ത് പസന്ത് ദാ എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദം കേട്ട് അപ്പൊ എങ്ങനെയാണ് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് എത്തിയത് എന്താണ് ആ കുഞ്ഞ് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി മനസ്സിലായി ല്ലേ പട്ടിക്കുഞ്ഞാണ് അപ്പോ ആ കുട്ടിയുടെ ഒരു ശബ്ദം കേട്ടിട്ട് അപ്പൊ എന്താണ് അടുത്ത് പോയി നോക്കിയപ്പോൾ അത് എന്തായിരുന്നു ഒരു പട്ടിക്കുഞ്ഞായിരുന്നു ഈ പട്ടിക്കുഞ്ഞാണ് ആര് ടോമി ല്ലേ ഈ പട്ടിക്കുഞ്ഞാണ് ആര് യെസ് ടോമി സെറ്റാണോ മക്കളെ ടോമിയെ മനസ്സിലായോ യെസ് മാഷ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വലിയൊരു പിക്ചർ തന്നെ ടോമിയുടെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ടോമി ആരാണെന്ന് നമുക്ക് മനസ്സിലായി ല്ലേ ടോമിയെ നമ്മൾ എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്തു ല്ലേ ആ ടോമിക്ക് എന്ത് ചെയ്യാണ് ഭക്ഷണമൊക്കെ എന്ത് ചെയ്യുന്നു ആ ടോമിക്ക് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു ല്ലേ ആ കരയുന്ന പട്ടിക്കുഞ്ഞ് എന്ത് ചെയ്തു കരച്ചിൽ കേട്ടപ്പോ നീ ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ബാസ്ക്കറ്റിലൊക്കെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യാണ് അതിന് ഭക്ഷണം കൊടുത്തു അപ്പൊ എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത്ത് പസന്ത് ഹേ ആ പട്ടിക്കുഞ്ഞിന് എന്താണ് ചായയോടൊപ്പം ല്ലേ ചായ് കെ സാത്ത് ചായയോട് കൂടെ എന്ത് കഴിക്കാനാ ഇഷ്ടം ബിസ്കുട്ട് ഖാന ബഹുത്ത് പസന്ത് ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം ക്ലിയർ ആണോ അപ്പൊ ആ ചായയോടൊപ്പം ആ പട്ടിക്കുഞ്ഞിന് ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെയധികം ഇഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഓർ മേരെ സാത്ത് ഖേൽന ല്ലേ പട്ടിക്കുഞ്ഞ് എന്ത് ചെയ്യും നീതുവിന്റെ കൂടെ എന്ത് ചെയ്യും ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കും ല്ലേ കളിക്കാറുണ്ടായിരുന്നു സെറ്റാണോ എന്നിട്ട് എന്താ പറഞ്ഞേ പങ്കേക്കെ നീച്ചെ സോന അല്ലെ ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ടോമി എന്ത് ചെയ്യുന്നുണ്ട് യെസ് ഇതിലൊക്കെ നമ്മൾ ടോമിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് അല്ലെ ടോമി എന്ത് ചെയ്യുന്നുണ്ട് ഫാനിന്റെ താഴെ കിടന്നുറങ്ങുന്നുണ്ട് സെറ്റാണോ യെസ് അങ്ങനെയാണെങ്കിൽ പിന്നെന്താ കിതാബ് പഠന പിന്നെന്ത് ചെയ്യും നമ്മുടെ ടോമി എന്ത് ചെയ്യും യെസ് ടോമി എന്ത് ചെയ്യും പുസ്തകം വായിക്കും ല്ലേ അല്ലെങ്കിൽ പുസ്തകം പഠിക്കും വായിക്കും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം ല്ലേ പഠന എന്ന് പറഞ്ഞാൽ വായിക്കും സെറ്റാണോ മക്കളെ യെസ് എന്നിട്ട് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ഉസേ മേരെ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉസേ മേരെ ബാഹർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ പുറത്ത് എന്നാണ് ജാന ബിൽക്കുൽ പുറത്ത് പോകുന്നത് ബിൽക്കുൽ തീർച്ചയായും അച്ഛാ നഹി നല്ലതല്ല എന്ന് പറഞ്ഞാൽ നീതു പുറത്ത് പോകുന്നത് നമ്മുടെ ടോമിക്ക് ഒട്ടും ഇഷ്ടം തന്നെയല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് സെറ്റാണ് മക്കളെ എന്നിട്ടോ പിന്നെ പറയുന്നുണ്ട് പിന്നെ അവസാനമായി
കൃത്യമായിട്ട് പറയുന്നത് എന്താ? ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുശ് രഹത്തെ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള സമയം ബഹുത് ഖുശ് രഹത്തെ, വളരെയധികം സന്തോഷമുള്ള സമയങ്ങളായിരിക്കും. അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയങ്ങളൊക്കെ വളരെയധികം സന്തോഷമുള്ള സമയങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ടോമി ആരാ നമ്മൾ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? യെസ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഹം സബ്, ഞങ്ങൾ ഒരുമിച്ചുള്ള സമയം അല്ലേ, ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള സമയം വളരെയധികം സന്തോഷത്തിന്റെ സമയങ്ങളാണെന്ന് എന്ത് ചെയ്യാണ്? നീതു പറയുകയാണ്. റെഡിയല്ലേ മക്കളെ? യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്കെ മക്കളെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.